20,000 രൂപയും 30,000 രൂപയൊക്കെ സാലറി വന്ന ആളുകൾക്ക് ബഡ്ജറ്റിംഗ് നടക്കുന്നില്ല, അവർക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒരു റിയൽ ലൈഫ് സ്റ്റോറീസിലൂടെ നിങ്ങൾക്കും ഇത് നടക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. തൃശ്ശൂരുള്ള അജേഷ് എന്ന് പറയുന്ന വ്യക്തി ഓൾമോസ്റ്റ് 25 ഇയേഴ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഏജ് എന്ന് പറയുന്നത്. 20,000 രൂപ സാലറിയും ഉണ്ടായിരുന്നു. ഇനീഷ്യൽ ടൈമിൽ എല്ലാവരെ പോലെയും അജേഷും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസും പുറത്തുനിന്നുള്ള ഫുഡും എല്ലാ കാര്യങ്ങളുമായിട്ട്. പക്ഷേ ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് കാണാൻ തുടങ്ങിയതിന് ശേഷം കുറച്ച് ബുക്കുകൾ വായിച്ചതിന് ശേഷം അജേഷിന് തന്നെ തോന്നി തുടങ്ങി ഒരു മാറ്റം അനിവാര്യമാണെന്നുള്ളത്. ഇതിനുവേണ്ടി അജേഷ് ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് ബഡ്ജറ്റിംഗ് ആയിരുന്നു. കോമൺ ആയിട്ട് ബഡ്ജറ്റിന് വേണ്ടിയിട്ടുള്ള റൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അജേഷ് അതല്ലായിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ബഡ്ജറ്റിങ്ങും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനു പുറമെ അജേഷിന്റെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അദ്ദേഹം വരുത്തി. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതേപോലെ പുറത്തുനിന്നുള്ള ഭക്ഷണം ഒട്ടാകെ അദ്ദേഹം ഒഴിവാക്കി. അതിൽ നിന്ന് മാത്രം ഏകദേശം 2,000 to 3,000 റുപ്പീസ് ആണ് മന്ത്ലി അദ്ദേഹത്തിന് സേവ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ലോങ് ടൈം വിഷൻ ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് അജേഷ് ആ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടി യൂസ് ചെയ്യുകയും ചെയ്തു. കൃത്യമായിട്ടുള്ള ബഡ്ജറ്റിങ്ങും അതേപോലെ തന്നെ ഡിസിപ്ലിനോട് കൂടി നിങ്ങളുടെ സാലറി ചിലവാക്കുകയുമാണെങ്കിൽ ഈസി ആയിട്ട് ഏതൊരാൾക്കും ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇഫ് നിങ്ങൾക്ക് ഇത് സാധിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഏൺ ചെയ്യേണ്ടി വരും. അങ്ങനെ നിങ്ങൾ കൂടുതലായിട്ട് ഏൺ ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളൊരു സ്കില്ല് പഠിക്കുകയും അതിൽ നിന്ന് ഏൺ ചെയ്യാൻ വേണ്ടി തുടങ്ങണം. സ്കില്ല് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ജോബുകളോ കാര്യങ്ങളോ നോക്കി നിങ്ങൾ കൂടുതൽ ഏൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സ്റ്റേബിൾ ആവുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തുന്ന സമയത്ത് പിന്നെ നിങ്ങൾ ആ പാർട്ട് ടൈം ജോബിന് നിങ്ങൾ പോകണമെന്നില്ല. ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് കീപ് വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് ഗെറ്റ് സ്മാർട്ടർ വിത്ത് യുവർ മണി.